ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയാം. അത് കേട്ടിട്ട് അത്ഭുതപ്പെടണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഒരു 3 വർഷം മുന്നേ ഞാൻ ഒരു പ്രൈമറി കെയർ ഹെൽത്ത് സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ശരാശരി ഒരു 70 തൊട്ട് 80 പേഷ്യൻസിനൊക്കെ ഒരു ദിവസം കാണും. അപ്പോൾ ഒരു അമ്മാമ ഒരു ദിവസം കയറി വന്നു. ഷീ വാസ് ഇൻ 60s ഓർ ഏർലി 70s. സാരിയൊക്കെ കൊടുത്ത് വളരെ ഒരു നിഷ്കളങ്കമായ ഒരു അമ്മാമ. അപ്പോൾ നമ്മൾ ചില പേഷ്യൻസിനെ കാണുമ്പോൾ നമുക്ക് അവരോടൊരു ഇഷ്ടം തോന്നും, ഒരു കണക്ഷൻ ഫീൽ ചെയ്യും നാച്ചുറലി. അത് അവരുടെ ഇന്നസെൻസ് ഒക്കെ കാരണമായിരിക്കാം. സംസാരിച്ച് വന്നപ്പോൾ അമ്മാമയ്ക്ക് ബുദ്ധിമുട്ട്, പനി, ചുമ, ജലദോഷം അതൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഒ പി ടിക്കറ്റിന്റെ ഒരു മൂലയിൽ നമ്മൾ വൈറ്റൽസ് എഴുതും, അതായത് BP, പൾസ് റേറ്റ്, സാച്ചുറേഷൻ ഒക്കെ. അത് ഒ പിയിലേക്ക് കയറുന്നതിന് മുന്നേ പുറത്തുനിന്ന് അത് നോക്കിയിട്ടാണ് വരിക. അപ്പോൾ BP നോക്കിയപ്പോൾ 180/100 ആയിരുന്നു ഈ അമ്മാമ്മയുടെ BP. അപ്പം നാച്ചുറലി ഞാൻ ചോദിച്ചു മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ പറഞ്ഞു 6 മാസമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് മരുന്നാണ് കഴിക്കുന്നത്, കാരണം അത് മോഡിഫൈ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴാണ് പറയുന്നത് ആയുർവേദ മരുന്നാണ് കഴിക്കണമെന്ന്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാവരും അറ്റ് സം പോയിന്റ് ഓർ ദി അതർ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ചലഞ്ചാണ്. കാരണം ഇങ്ങനൊരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ എവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുന്നുള്ളത്, നമ്മൾ ആയുർവേദത്തിനെ കുറിച്ച് പറയണോ, മോഡേൺ മെഡിസിനെ കുറിച്ച് പറയണോ, അതോ അസുഖത്തിനെ കുറിച്ച് പറയണോ എന്നുള്ളതൊക്കെ. സമയം വളരെ കുറവാണ്. ആ ഉള്ള സമയത്തിൽ ഞാൻ അസുഖത്തിനെ കുറിച്ച് പറയാൻ തീരുമാനിച്ചു. ഞാൻ അമിത രക്തസമ്മർദ്ദം കാരണം എന്തൊക്കെ സംഭവിക്കാം, അപ്പോൾ അത് കൺട്രോൾ ആക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ പറ്റുന്ന ഭാഷയിൽ ഞാൻ അമ്മാമ്മയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷാഘാതം വരാനുള്ള സാധ്യത, ഹൃദ്രോഗങ്ങൾ വരാനുള്ള സാധ്യത. പക്ഷെ അമ്മാമ്മ കൺവിൻസ്ഡ് അല്ല. അമ്മാമ്മ പറഞ്ഞു, മോനെ പ്രഷറിന് ഞാൻ ആയുർവേദത്തിൽ നിന്ന് തന്നെ മരുന്ന് കഴിക്കാം, എനിക്ക് പനിയുടെ മരുന്ന് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി, അമ്മാമ്മയുടെ ഡിസിഷൻ ഞാൻ റെസ്പെക്ട് ചെയ്തു. അമ്മാമ്മ അവിടെ നിന്ന് പോയി. പക്ഷെ ഇവിടെ അല്ല അത്ഭുതം ഉണ്ടായത്. ഒരു 3 ആഴ്ച കഴിഞ്ഞ് ഇതേ ഒ പിയിലേക്ക് ഈ അമ്മാമ്മേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ യങ് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റ്, മേ ബി ഹി വാസ് ഇൻ എസ് 30s or 40s, ആ ഒരു പ്രായമേ അദ്ദേഹം ഷർട്ടും പാൻറ്റൊക്കെ ധരിച്ച് ഈ ലുക്ക് പ്രിറ്റി സോഫിസ്റ്റിക്കേറ്റഡ്, വെൽ ഡ്രസ്ഡ് ആയിട്ട് ഒക്കെ അദ്ദേഹം വന്നിരുന്നു, സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഹൈപ്പർ ടെൻഷനാണ് പ്രശ്നം, അമിത രക്തസമ്മർദ്ദം തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും പ്രശ്നം. അദ്ദേഹത്തിനല്ലേ NCD ക്ലിനിക്കിൻ്റെ ബുക്കുണ്ട്, ഒരു മഞ്ഞ പുസ്തകം. അപ്പോൾ അതിൽ എംലോഡിപ്പിന് അദ്ദേഹം സ്ഥിരമായിട്ട് മരുന്ന് മേടിക്കുന്നവർക്കാണ് ഈ പുസ്തകം കൊടുക്കാറ്. അദ്ദേഹത്തിന് BP കൺട്രോൾഡും ആണ്. എന്തായാലും ഞാൻ ഹിസ്റ്ററി ടേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തൊട്ടടുത്ത ആയുർവേദ ഡിസ്പെൻസറിയിലെ ആയുർവേദ ഡോക്ടറാണെന്ന്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞത്. അതായത് ആ അമ്മാമ്മ വളരെ നിഷ്കളങ്കമായി വിശ്വസിക്കുന്ന ആ ആയുർവേദ ഡോക്ടർ എന്നെ വളരെ നിഷ്കളങ്കമായി വിശ്വസിക്കുന്നുണ്ടെന്നുള്ളത് ഇതെൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. കാരണം എന്നെ ഞെട്ടിച്ചൊരു സംഭവമാണത്. ഞാൻ ജസ്റ്റ് എല്ലാവരും അവനവരുടെ ലൈഫിലുണ്ടാവുന്ന എക്സ്പീരിയൻസസും അസുഖം മാറുന്ന കഥകളും അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസസ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുപോലത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ.